പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് സംസാരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തൈഡ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആക്ടിവിസ്റ്റും ബുദ്ധിജീവിയുമായ ഫരീദ് ഇസാക്കിൻ്റെ എന്നിട്ടും മൂസ ഫറോവയെ തേടിച്ചെന്നു എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. വളരെ ചെറുതാണെങ്കിലും വളരെ ആഴത്തിൽ അപ്പാർത്തൈഡ് സാഹചര്യങ്ങളെ വിലയിരുത്തുകയും അതിൻ്റെ പ്രതിരോധത്തിൻ്റെ ദാർശനികമായ വശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്ന ഒരു അഭിമുഖ സംഭാഷണങ്ങളുടെ പുസ്തക ആവിഷ്കാരമാണ് എന്നിട്ടും മൂസ ഫറോവയെ തേടിച്ചെന്നു എന്ന ഈ പുസ്തകം. ഇതിൽ ചരിത്രത്തിൽ നമുക്കറിയാം എന്താണ് മൂസ നബിയെയും ഫിർഔനെയും സംബന്ധിക്കുന്ന ഒരു രൂപകം, ഇതിൽ ചിന്താപരമായ ഒരു രൂപകമാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലിന് ആധാരം. നമുക്കറിയാം ഈജിപ്തിൽ അടിച്ചമർത്തപ്പെട്ട ബനി ഇസ്രായേലിൻ്റെ നേതൃസ്ഥാനത്തായിരുന്നു മൂസ പ്രവാചകനുണ്ടായിരുന്നത്. അവിടെ അടിച്ചമർത്തപ്പെട്ട ബനി ഇസ്രായേൽ എന്ന ജനവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ വിമോചന ദൗത്യവുമായി ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്ന മൂസ നബിയുടെ ചരിത്ര സന്ദർഭമാണ് ഈ ടൈറ്റിലിന് ആധാരമായിട്ടുള്ളത്. സമാനമായ സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തൈഡ് വംശവെറി എന്ന് പറയുന്നതും ഇങ്ങനെയുള്ളൊരു ചരിത്ര സന്ദർഭമാണ്. ദക്ഷിണാഫ്രിക്കയിൽ 13% മാത്രം വരുന്ന വെള്ള അധിനിവേശക്കാർ, കൊളോണിയലിസ്റ്റുകൾ, മഹാഭൂരിപക്ഷം വരുന്ന അവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ അടിമകളാക്കി അവരെ നിയന്ത്രണത്തിലാക്കി അവരെ കീഴ്പ്പെടുത്തി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ഈ കറുത്ത വർഗ്ഗക്കാരെ വെള്ളക്കാരുടെ അധിനിവേശത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള നിരന്തരമായ നിരവധി പരിശ്രമങ്ങൾക്ക് ദക്ഷിണാഫ്രിക്ക സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള ഒരു മുസ്ലിം അവസ്ഥ എന്ന് പറയുന്നത് അവിടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ അടിമകളാക്കപ്പെട്ട ഈ കറുത്ത വർഗ്ഗക്കാരും അവരുടെ മീതെ ഇന്ത്യയിൽ നിന്നും മലായിൽ നിന്നും അവിടെ കച്ചവട ആവശ്യാർത്ഥമോ മറ്റു തൊഴിൽ ആവശ്യങ്ങൾക്കോ അവിടെ കൊണ്ടുവരപ്പെട്ട മുസ്ലിം ജനവിഭാഗം, പിന്നെ ഏറ്റവും സമൂഹത്തിൻ്റെ മുകളിൽ ഈ വെള്ളക്കാർ, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റ് വ്യാപാരികളായി വന്നവരോ അല്ലെങ്കിൽ തൊഴിലാളികളായി വന്നവരോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി നിർബന്ധിത തൊഴിലുകൾക്ക് വിധേയമായിരുന്ന ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും കൊടിയ ചൂഷണങ്ങൾക്കും അക്രമങ്ങൾക്കുമൊക്കെ വിധേയരായിരുന്ന ആളുകളാണ് ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ. അപ്പോൾ അവരുടെ വിമോചനവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളുടെ ഒരു മണ്ഡലത്തിലാണ് ഈ പുസ്തകം ഉള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാന ധാരകൾ, ഒന്ന് അവിടുത്തെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ചിന്താമണ്ഡലവും, അതായത് സായുധ വിപ്ലവത്തിലൂടെ വേണം അപ്പാർത്തൈഡിനെതിരെ സമരം നയിക്കുവാൻ എന്ന് വിശ്വസിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വിഭാഗവും, അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം ഈ ഇസ്ലാമിക രാഷ്ട്രീയ പരിഹാരത്തിന് വേണ്ടി ഒരു മതപരമായിട്ടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യത്തിലേക്ക് ആളുകളെ മാറേണ്ടതുണ്ട്, ആശയപരിവർത്തനം ആ രീതിയിലാണ് സാധിക്കേണ്ടത് എന്ന് വാദിക്കുന്ന വിഭാഗം ഉണ്ടായിരുന്നു. ഇവർക്കിടയിലാണ് വളരെ പ്രായോഗികമായ ഒരു സമരപാത കാൾ ഓഫ് ഇസ്ലാം എന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഫരീദ് ഇസാക്ക് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങളുമായി ഐക്യപ്പെട്ടുകൊണ്ട് പൊതുലക്ഷ്യമായ വിമോചനത്തിന് വേണ്ടി പ്രായോഗികമായ രീതിയിലുള്ള സമരം നയിക്കുക എന്നൊരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിനദ്ദേഹം ഇസ്ലാമിനെ ഒരു വിമോചന ദൈവശാസ്ത്രമായും രാഷ്ട്രീയത്തിലുള്ള എല്ലാവിധത്തിലുള്ള ചൂഷണങ്ങൾക്കുമെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഊർജ്ജസ്രോതസ്സായും ഇസ്ലാമിനെ വായിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഇതിൽ ഉദാഹരിക്കുന്നത് മൂസ നബി എന്തുകൊണ്ടാണ് ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ചെന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് മർദ്ദിതരുടെ വിമോചനത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഒരിക്കലും അധികാര രാഷ്ട്രീയവുമായി ഫറോവയുമായി ഒരു കൂട്ടുകച്ചവടത്തിന് വേണ്ടിയോ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയോ അവരുടെ കാരുണ്യം തേടിയോ അല്ല, മറിച്ച്
ഈ മർദ്ദിത ജനവിഭാഗത്തിൻ്റെ വിമോചനം എന്ന ആശയം ഉറക്കെ പറയുന്നതിന് വേണ്ടിയാണ്, അവരെ വിമോചിപ്പിക്കണം എന്ന് ഉറക്കെ പറയുന്നതിന് വേണ്ടിയാണ് മൂസ അലൈഹിസ്സലാം ഫറോവയെ തേടിച്ചെന്നത് എന്ന ഇതുപോലെ. അതേപോലെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്ന് ഹുദൈബിയ സന്ധിയെയും ഈ രീതിയിൽ അദ്ദേഹം ചരിത്രപരമായി വായിക്കുന്നുണ്ട്. അതായത് മർദ്ദിതരുടെ വിമോചനം എന്നുള്ള ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് അവിടെയും ഡയലോഗ് നടക്കുന്നത്. അത് ഈ ഒരു ഡയലോഗാണ് സമൂഹത്തിൽ എവിടെയൊക്കെ അടിച്ചമർത്തലുകളുണ്ടോ, എവിടെയൊക്കെ പീഡനങ്ങളുണ്ടോ, എവിടെയൊക്കെ ചൂഷണങ്ങളുണ്ടോ, അവിടെയൊക്കെ എല്ലാ ജനവിഭാഗങ്ങളുമായി ഈ ഒരു വിമോചനം എന്നുള്ള, സ്വാതന്ത്ര്യം എന്നുള്ള, എല്ലാവർക്കും നീതി എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് സാധ്യമാകാവുന്നത്ര വിട്ടുവീഴ്ചകളോടുകൂടി, ആശയപ്പൊരുത്തത്തോടു കൂടി പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒന്നിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഈ പുസ്തകത്തിലൂടെ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വായിക്കുവാനും ചരിത്രത്തെ വിശദീകരിക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും അടിച്ചമർത്തപ്പെടുന്നവർ ഒരു വിഭാഗവും മർദ്ദകർ മറ്റൊരു വിഭാഗവുമാണ് എന്നൊരു തിരിച്ചറിവിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ മതസ്ഥരുമായ എല്ലാ സാമൂഹിക ശ്രേണികളിലുള്ളവരുമായ മർദ്ദിതരെ ഏകോപിപ്പിച്ചുകൊണ്ട് മർദ്ദക വാഴ്ചകൾക്കെതിരെ ഐക്യപ്പെടുക എന്ന ഒരു സന്ദേശമാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ഈ സാധാരണ ഇസ്ലാമിക വൃത്തങ്ങളിൽ ഇത് സംബന്ധമായി ഉന്നയിക്കപ്പെടുന്നുള്ള മിക്കവാറും എല്ലാ ദാർശനിക പ്രശ്നങ്ങളെയും അദ്ദേഹം ചരിത്രത്തിൻ്റെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ഈ പുസ്തകത്തിൽ വളരെ ദാർശനികമായി വിശകലനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള വായന ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇസ്ലാമിക ചിന്തയുടെ സമകാലിക ഭാവങ്ങളെക്കുറിച്ച്, അതിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർ വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നിട്ട് മൂസ ഫറോവയെ തേടിച്ചെന്നു എന്ന പുസ്തകം.